പലപ്പോഴും കീഴ്വായു പോകുന്നത് ഒരു രോഗാവസ്ഥയല്ല. ഒരു ദിവസത്തിൽ 15 മുതൽ 24 തവണ വരെ ഒരാൾക്ക് കീഴ്വായു പോകും. അത് വലിയ കാര്യവുമല്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ തിരക്കേറിയ ജീവിത രീതിയിൽ ഈ ദുർഗന്ധമുള്ള കീഴ്വായു പോയാലുള്ള അവസ്ഥ എന്താ? പലപ്പോഴും AC റൂമുകൾക്കകത്തോ ചില മീറ്റിങ്ങുകൾക്കകത്തോ നമ്മൾ വാഹനത്തിനകത്തെല്ലാം സഞ്ചരിക്കുന്ന സമയത്ത് കീഴ്വായുവിന് ദുർഗന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൂടെയുള്ള ആൾക്കാർക്ക് അത് അലോസരം ഉണ്ടാക്കുകയും നമുക്ക് തന്നെ ഇതൊരു ആത്മവിശ്വാസക്കുറവോ വിഷമോ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് കാരണം എന്താണ്? പലരും ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ തന്നെ മടിക്കാറുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്കോ AC റൂമുകളിലേക്കോ പ്രിയപ്പെട്ടവരുടെ അടുത്തൊരു സംസാരിക്കാനോ പോകത്തില്ല. കാരണം കീഴ്വായുവിന് ദുർഗന്ധമുണ്ട്, ഉള്ള അഭിമാനം പോകും എന്നുള്ള വിഷമം കാരണം. ഈ പ്രശ്നം മറികടക്കുന്നതിന് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. കീഴ്വായുവിനകത്ത് പ്രധാനമായിട്ടുമുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രജൻ, ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തത് മീഥേൻ, സൾഫർ, ഹൈഡ്രജൻ സൾഫർ പോലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ പോക്കുകളിലൂടെ പുക പോകുന്നത് പോലെയാണ് കീഴ്വായു ഉണ്ടാകുന്നത്. എന്നാൽ കീഴ്വായുവിനകത്ത് കൂടുതലായിട്ട് സൾഫർ ഉണ്ടായാലോ മീഥേൻ ഉണ്ടായാലോ ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടായാലോ ഈ ദുർഗന്ധം ഉണ്ടാവും. ഇത് മറികടക്കുന്നതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ വാതകങ്ങൾ, അതായത് സൾഫറും മീഥേനും ഹൈഡ്രജൻ സൾഫേറ്റും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ മലശോധന നടത്തുക. മലശോധന നിങ്ങളുടെ ശരിയാണെന്നുണ്ടെങ്കിൽ മീഥേൻ ഫോം ചെയ്യുന്ന, ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്ന ഘടകങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുകയും ഈ കീഴ്വായുവിന് ദുർഗന്ധം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘടകം, ഭക്ഷണത്തിനകത്ത് അമിതമായിട്ട് ഫൈബറുകൾ അത് കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങുകൾക്ക് പോവാണ് അല്ലെങ്കിൽ യാത്ര പോവാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഇനി ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. പ്രധാനമായിട്ടും ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഘടകങ്ങൾ ഒഴിവാക്കുക. കൂടാതെ നിങ്ങൾ അമിതമായി എണ്ണ കരിച്ചു മുരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. പയറ്, കടല, പരിപ്പ് പോലുള്ളവ നിങ്ങൾ മീറ്റിങ്ങുകൾക്ക് തൊട്ട് മുമ്പ് ഒഴിവാക്കുക. ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ള ഒഴിവാക്കുക. ബീഫ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ ഒരു രീതിക്ക് ഇത് ഈ കീഴ്വായു ശല്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ മാത്രമാണ്, ഈ മീറ്റിങ്ങുകൾക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ മാത്രമാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക. കൂടാതെ ഭക്ഷണം സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുകയോട് ചെയ്യുന്നുണ്ടെങ്കിൽ കീഴ്വായുവിനുള്ള ദുർഗന്ധം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. ഇത് ഈ കീഴ്വായു ശല്യമുള്ള എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.